മുച്ചിരിയുടെ പാപ്പ വേണ്ട പാപ്പേ പാപ്പേ മുച്ചിരിയുടെ അച്ഛൻ ഞാനാണ്. ഇവൻ ഏതാണിത്? ഹലോ, മുച്ചിരിയുടെ അച്ഛനാണോ? മുച്ചിരിന്റെ വാപ്പയാണ്. ഞാന് ഇന്നലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമെന്ന് ഞാൻ ഓനോട് പറഞ്ഞതാണ്. ഓനോട് എയർപോർട്ടിലേക്ക് വരാനും പറഞ്ഞു. ഞാൻ ഓടുക്കാൻ പോയത് അറിയില്ല. ഇപ്പൊ സെറ്റാക്കി തരാം. പെണ്ണുങ്ങളൊപ്പം നടക്കണെന്ന് വെച്ചറിയോ? ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. സാത്താനാ കുറച്ച് കാശിന്റെ കുറച്ച് ഡീലിങ്സ് ഉണ്ട്. സാത്താനൊന്നുമല്ലത്, ഓത്തു ഷാജാനോ? സ്ട്രൈറ്റ് കാര്യങ്ങൾ അല്ലേ? അല്ലേ ആണല്ലേ? എടാ ഇത് മുച്ചിരിയുടെ അച്ഛൻ. മുച്ചിരിയുടെ അച്ഛൻ. ഓക്കെ ഓക്കെ. ഇതാരൊക്കെയാണ്? എന്റെ കുടുംബത്തിലേക്കാണ് ഇപ്പൊ മുച്ചിരി വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ആ കുടുംബത്തിന്റെ നാഥൻ പരുന്തു വാസു. ഞാൻ സഹനാഥൻ ചന്ദ്രൻ. എയർപോർട്ട് ഞാൻ പറയട്ടെ, തോക്കിന്റെ ഉള്ളിൽ കയറല്ലേ? ഞാൻ പറയട്ടെ നിക്ക്. ഞാൻ മുച്ചിയുടെ തന്തയുടെ നോക്കില്ല, ചവിട്ടി മുതലിൽ കയറ്റും. അങ്ങനെ പറയരുത്. ഇല്ല തമാശ പറഞ്ഞു. പിന്നെ ഞാന് 5 കൊല്ലായിട്ട് ഗൾഫിലേ. ഓ, ഞാൻ ഇന്നലെ വരുന്നു അവനോട് ഞാൻ പറഞ്ഞതാണ്. എയർപോർട്ടിൽ വന്നിറങ്ങും ഞാൻ പറഞ്ഞു. അതിന്റെ ഗുണം മോനുണ്ട്, അത് പറയണല്ലോ ആദ്യമേ. ഞാൻ പറഞ്ഞതാ. അവനത്തൊക്കെ ജീവനോടെ ഉണ്ടാവുന്നില്ലേ? ഓനോട് ചോദിക്കണം. ഞാൻ ഇന്നലെ എയർപോർട്ടിലേക്ക് വന്നപ്പോ ഓനോട് ഞാൻ വരാൻ പറഞ്ഞതാണ് എയർപോർട്ടിക്ക്. ഓൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതിൽ കൂടെ തെണ്ടി നടന്നിട്ട് അന്വേഷിച്ചപ്പോ പറഞ്ഞ് ഓൻ ഇവിടെ ഏതോ ടിവിയിലെ ഏതോ ഒരു കുടുംബത്തിലുണ്ട് പറഞ്ഞു. ബാക്കി ഓനോടെ കള്ള ലക്ഷണം ഓനിവിടെ ഇല്ല. ഓനെ നോക്കിയാലും ഒരു 100 കോടി ചെലവാണ്. ഓനെ ഞങ്ങള് തന്നെ കണ്ടിട്ട് 1 മാസമായി. ഒരു കുടുംബത്തിന്റെ ഗ്രാനാഥൻ എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ നടക്കുമ്പോ ഓന്റെ ഉത്തരവാദി നിങ്ങളല്ലേ? മോന്റെ കോണവാധികാരം കാരണം ഈ സിറ്റിക്കകത്തെ കേറാൻ പറ്റാത്ത അവസ്ഥയില. വളർത്തുമ്പോ നല്ല രീതിയിൽ വളർത്തണം. ഇതുപോലൊരു ഉണ്ണച്ചർക്കന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായ? നിന്റെ മാനെ അങ്ങനെയൊന്നും പറയില്ല. ഓ ഇല്ല അവന്റെ കൂടെ 5 വർഷമായിട്ട്